റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയ കഥയും അങ്ങനെയുള്ള സ്പേസുകളിൽ ജീവിക്കേണ്ടി വന്നൊരു കാലത്തെക്കുറിച്ച് അനീഷ് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അത്ര നന്നായിട്ട് അറിയില്ല. ശരിക്കും അത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് കൊച്ചി അങ്ങനെ പരിചിതമായൊരു സ്ഥലമായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സിനിമയോടുള്ളൊരു ഇഷ്ടം, മോഹൻലാലിനോടുള്ളൊരു ഇഷ്ടം, ഈ രണ്ടും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ ഇഷ്ടത്തിന് നമ്മൾ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. ആ പിടി ഒട്ടും പോലും ലൂസാക്കാതെ പിടിച്ചത് കൊണ്ടാണ് എനിക്ക് ഇവിടം വരെയെങ്കിലും, ഒരുപാട് എത്തി എന്നുള്ളതല്ല, ഇവിടം വരെയെങ്കിലും എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞാൻ ഈ കൊച്ചിയിലേക്ക് കുറേ കഥകളുണ്ട്, പക്ഷെ എന്നാൽ പോലും കൊച്ചിയിലേക്ക് വന്നിറങ്ങുമ്പോൾ കലൂർ സ്റ്റാൻഡിൽ നിന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല കൊച്ചിയും ഞാനും. ഞങ്ങൾ കൊച്ചിയും ഞാനും സിങ്ക് ആവുന്നില്ല. കാരണം ഫിനാൻഷ്യൽ ബാക്കപ്പ് തന്നെയാണ്. ഒരു രീതിയിലും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാനെടുത്തൊരു തീരുമാനമുണ്ട്, എൻ്റെ പേര് സ്ക്രീനിൽ കാണണം. ഞാൻ സിനിമയിലേക്കാണ് വന്നത്, ഇനി ഞാൻ അത് കഴിയാണ്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുള്ളതല്ല, എനിക്ക് ഞാനെടുത്തൊരു തീരുമാനമല്ലേ, തീരുമാനത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഇവിടെ എത്തിയതെങ്കിൽ പോലും ഞാനിവിടെ എത്തിയ ഉടനെ സുഹൃത്തിന് പോകേണ്ടി വന്നു മറ്റൊരു സ്ഥലത്തേക്ക്. എന്നൊരു ഈ കലൂർ കത്രിക്കട റോഡിലുള്ള ഒരു ഫ്ലാറ്റിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ താമസിക്കുക. അപ്പം ഞാൻ ആളോട് ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് കൊച്ചിയൊക്കെ ഫുള്ള് കാണാൻ പറ്റും? പിന്നെ ഫുൾ കാണാം, അതിനെന്താ, നേരെ പോയി ലിഫ്റ്റ് മുകളിലെത്തി തുറന്നപ്പോൾ ടെറസാണ് അവിടെ. ഇവിടുന്ന് നിനക്ക് കൊച്ചി വൃത്തിയായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഫ്ലാറ്റില്ല, ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്, ഈ ടെറസിൽ കിടക്കാമെന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും എനിക്കങ്ങനെ പെയിനൊന്നും ഉണ്ടായില്ല. ഈ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടാണ് അവിടെ ഞങ്ങൾ 3 ദിവസം അവിടെ കഴിഞ്ഞു കൂടിയത്. കൊതുകൊക്കെ ഒരുപാട് കടിച്ച് പറിച്ച്. കാരണം ഞാൻ മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന് നിൽക്കുന്ന ഒരാളല്ലേ, ചൂടെനിക്ക് പറ്റുന്നില്ല, കൊതുകിന് എനിക്ക് പറ്റുന്നില്ല. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമായിട്ട് വന്നു. അങ്ങനെ വന്ന് നിന്ന് ആൾക്കൊരു വർക്ക് കിട്ടി, കുറച്ച് ബുദ്ധിമുട്ടിലാണ് ആളത് പോയി. ഞാൻ അവിടെ നിൽക്കുകയാണ്. പക്ഷെ അടുത്ത ദിവസം ഒരാൾ വന്നിട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. കാരണം അയാളുടേതാണ് ആ ഫ്ലാറ്റും എല്ലാം അയാളതാണ്. അയാൾ മറ്റാളോടുള്ള അടുപ്പത്തിനാണ് അയാൾക്കൊരു സ്പേസ് കൊടുത്തത്. അപ്പം അതിൻ്റെ കൂടെ അയാൾ എനിക്കും കൂടെ ഒരു സ്പേസ് തരണോ ചോദിച്ചിട്ട്, നിങ്ങളാരാന്ന് എനിക്കറിയില്ല, അപ്പം നിങ്ങൾ ഇറങ്ങണം, ഉച്ചയാകുമ്പോഴേക്കും ഇറങ്ങണം എന്ന് പറഞ്ഞു. അന്ന് ഈ മൊബൈൽ ഫോണിനൊക്കെ കുറച്ച് കാശ് കൂടുതലുള്ള സമയവും അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ പോയ ആളെടുത്ത് ബാലൻസ് ഇല്ല, എനിക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരാളല്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അങ്ങനെ കുറച്ച് ദിവസം അവിടെ കിടന്ന് കറങ്ങി. അവിടെ എനിക്ക് തോന്നുന്നൊരു ഏകദേശം 6-7 ദിവസമൊക്കെ അവിടെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെയൊക്കെ ഉടമസ്ഥരുണ്ട്, ഈ ഭിക്ഷ യാചിക്കുന്നവരും. അവർ വൈകുന്നേരം ആകുമ്പോൾ ജോലി കഴിഞ്ഞാൽ വരുമ്പോൾ ഞാൻ മാറി കൊടുക്കണം. അപ്പം അങ്ങനെ കുറേ നിന്നപ്പോൾ പോലീസുകാർ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നെ ഒരു ഭിക്ഷക്കാരനായിട്ട് തോന്നൂല്ലല്ലോ, അപ്പം അതുകൊണ്ടാവാം. അപ്പോൾ പോലീസുകാർ എന്നെ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായപ്പോൾ എല്ലാം അവിടുന്ന് ഇറങ്ങി. വെറും ബിസ്ക്കറ്റും വെള്ളം മാത്രമാണ് ഭക്ഷണം. വീട്ടിൽ എൻ്റെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുള്ളതല്ല, എനിക്ക് 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിലൊരു തീരുമാനമുണ്ട്, അപ്പം അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ മഹാരാജ ടെക്സ്റ്റൈലിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് ഒരു ശില്പമൊക്കെ ഉള്ളു, ഇപ്പം ആ ബിൽഡിംഗ് ഒന്നുമില്ല, അവിടെ ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഉണ്ട്, അവിടെ കിടന്ന് ഉറങ്ങിയത് കുറേ ദിവസം. അപ്പം അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ കണ്ട നടനാണ് ജയസൂര്യ. അവിടെ ഒരു ചെറിയ സിഗ്നൽ ഉണ്ടല്ലോ, അപ്പം ആ സിഗ്നലിൽ വന്നിങ്ങനെ വന്നിരുന്നപ്പോൾ ഒരു ഷെയ്ഡിൽ ഇങ്ങനെ കണ്ടപ്പോൾ ജയസൂര്യ, ആ ജയസൂര്യ പിൽക്കാലത്ത് എൻ്റെ സിനിമയിലെ നായകനായിരുന്നു. അപ്പൊ അങ്ങനെ ട്രാവൽ. പിന്നെ എനിക്ക് സർവൈവ് ചെയ്യണം, എനിക്ക് ഭക്ഷണം കഴിക്കേണ്ടായില്ല. അപ്പൊ അത് ബുദ്ധിമുട്ടി. അങ്ങനെയാണ് ആ പ്രസ് ക്ലബ് റോഡിൽ ഒരു ഈവനിങ് പത്രത്തിന്റെ ഒരു ഓഫീസിന് അവിടെ കയറി ജോലി ചോദിച്ച് ഈവനിങ്ങിൽ 3 മണിക്കൂറോ 4 മണിക്കൂറൊക്കെ ഈവനിങ് ഡേയിൽ ഞാനിങ്ങനെ കൈത്തണ്ടയിൽ ഇട്ടിട്ട് ഞാൻ അവിടെ സെയിൽ ചെയ്തിട്ടുണ്ട് KSRTC സ്റ്റാൻഡിൽ. അപ്പം ഞാൻ ടവല് കെട്ടും, എന്നെ അറിയുന്ന ആരെങ്കിലും, അത് വയനാട്ടുകാരൻ എന്തായാലും ആദ്യം കൊച്ചിയിൽ വരുന്ന കാലമല്ല അത്, എന്നാൽ പോലും ആരെങ്കിലും അറിഞ്ഞ വീട്ടുകാർക്ക് അത് വിഷമാവുമല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ ടവല് കെട്ടിയിട്ടാണ് നടക്കുക. എന്തൊരു ചെറിയ പൈസ കിട്ടുക. പിന്നെ എവിടേക്കാണ് ഈ ദിക്കറിയാണ്ട് നടക്കുന്നൊരു സ്വഭാവമാണ് എനിക്ക്. എവിടേക്ക് പോയാലും ഓക്കെയാണ്, എവിടെയെങ്കിലും പോയി ഇടിച്ച് നിൽക്കുക മാത്രമേ ഉള്ളൂ. എങ്ങനെ സിനിമയിലെത്തും എന്നും അറിയില്ല. അപ്പം പോസ്റ്റേഴ്സ് കണ്ട് നടക്കും, അങ്ങനെ ഓരോന്നോരോന്നും നോക്കും. എവിടെ പോയിട്ട് ഞാൻ അവസരം ചോദിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയുന്നത് കുറച്ചെങ്കിലും ഫോട്ടോഗ്രാഫിയാണ് കുറച്ച് അറിയുന്നത്. പക്ഷെ അന്ന് സിനിമയിലുള്ള ഫോട്ടോഗ്രാഫേഴ്സിനൊന്നും എന്നെ ആവശ്യമില്ല, കാരണം അവർക്ക് വേറെ ആൾക്കാരുണ്ട്.
ലാൽ സാറെ കാണാൻ ശ്രമം നടത്തുന്നു, എങ്ങനെ എവിടെയെന്ന്. അപ്പം ഞാൻ ഓരോ ലൊക്കേഷനിലേക്ക് ഞാൻ എത്തുമ്പോൾ ഞാൻ ഈ വെള്ളി നക്ഷത്രമോ അല്ലെങ്കിൽ നാനയിലൊക്കെ വായിച്ചിട്ട് ലൊക്കേഷനിൽ എത്തുക. പക്ഷെ അത് പ്രിന്റ് ചെയ്ത് വരുന്ന 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. ആ ഒരു അറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും അതൊരു മാസം മുന്നത്തെ ഷൂട്ടിങ്, അത് കഴിഞ്ഞ് പോയിരുന്നു. ഞാൻ വായിക്കുന്നത് വരിക്കാശ്ശേരി മാനയിൽ മോഹൻലാൽ ഇന്ന സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമേനെ കുറിച്ച്. അപ്പോൾ അവിടെ ഉണ്ടല്ലേ എന്നുള്ള ധാരണയിൽ നേരെ അങ്ങോട്ടും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വണ്ടി കയറി അവിടെ പോകും. അവിടെ പോകുമ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്കിത് ആരോട് ചോദിക്കാനോ അത് എവിടെ ഇരിക്കുന്നു ഇവരെല്ലാവരും കൂടെ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നിട്ട് ഞാൻ കുറേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ പ്രസ് ക്ലബ് റോട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഈ പ്രസ് ക്ലബിൻ്റെ ചുറ്റുവട്ടത്ത് ആരൊക്കെ വരുന്നുണ്ടെന്ന് എവിടെ നിന്ന് ഒരു സ്മെല്ല് കിട്ടിയിട്ട് അവിടെ കിടന്ന് കയറും. അങ്ങനെയാണ് സമ്മതം നാദീശ്വര ബ്രദറിനെ കാണുന്ന. അയാളടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ എന്നെ അടിമുടി നോക്കിയപ്പോൾ ഞാനൊന്നും ഇല്ലാണ്ടായിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. എനിക്ക് അതിന് എന്ത് മറുപടി അന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അയാൾക്ക് കിട്ടിയത് കറക്റ്റായിരുന്നു, ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കൊന്നും എത്രയോ ദിവസമായി കഴിച്ചിട്ട്. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അന്ന് ഈ സിലോൺ ബാഗ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇപ്പോഴും ഞാൻ അവിടെ പോയി ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അവിടെ കൊണ്ടുപോയി എനിക്ക് ബിരിയാണി മേടിച്ച് തന്നത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഓർക്കണുണ്ട് അല്ലേ? അത് എനിക്കത് മറക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പം അതിനുശേഷം ഞാനൊരു സെക്കൻഡ്സ് എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോൾ സമ്മത് ഇപ്പോൾ അത് പോസിറ്റീവായിട്ടാണല്ലോ നമ്മൾ റീകളക്ട് ചെയ്യുന്നത്. ഞാനൊരു എൻ്റെ സിനിമയിൽ അവസരം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും സമയമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പം ഒരു ഭക്ഷണം തരുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതല്ലേ. കാരണം അത്രയും പട്ടിണി കിടന്നിട്ട് ബിരിയാണി എന്താണെന്നോ അതിൻ്റെ ടേസ്റ്റൊക്കെ മറന്നു പോയി. വീട്ടിലേക്ക് എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ നടന്നിട്ടാണ് ഞാൻ ഇവിടം വരെങ്കിലും എത്തിയത്. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ സ്പേസ് ആണ്. അവിടെ നിന്നിട്ട് ഞാൻ പറയുന്നതാണ്. ഇതിലിപ്പോൾ ആളുകൾ ഇതിനെ എങ്ങനെ കാണുന്നെന്ന് എനിക്കറിയില്ല. അത് ഇപ്പം എനിക്ക് ഈ തീരുമാനം മാറ്റിയിട്ട് വീട്ടിൽ പോയിരുന്നാൽ മതി. എൻ്റെ തീരുമാനം എൻ്റെ വാശി കൂടിയാണ്. സിനിമയിലെത്തണം, സിനിമയിൽ എൻ്റെ പേര് കാണണം എന്നുള്ളത്. അങ്ങനെ വർക്ക് ചെയ്ത് മുന്നിലേക്ക് വന്നിട്ടാണ് 2012 എനിക്ക് ഫോട്ടോഗ്രാഫിക്കൽ ഇൻക ബുക്ക് ഓഫ് നാഷണൽ റെക്കോർഡ് കിട്ടിയത്. സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ്. ഫോട്ടോഗ്രാഫി ആണെങ്കിലും സംവിധാനമാണെങ്കിലും അല്ലെങ്കിൽ ലിപി വായിച്ച കീബോർഡ് ആണെങ്കിലും എന്തും എനിക്ക് സ്വന്തം താല്പര്യമുള്ളതിന് സ്വന്തം നേരിടുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്വന്തമായിട്ട് പഠിച്ചെടുത്തിട്ടാണ് ഇവിടെ. അതൊരു അഹങ്കാരത്തിൻ്റെ ടോണല്ല കേട്ടോ. പക്ഷെ എനിക്ക് അതാണ് ഇഷ്ടം. സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ അത് ഞാൻ വിട്ടുപോകില്ല. അതിനിടയിൽ ഈ പത്രം വിൽക്കുന്ന ജോലിയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? പത്രം വിറ്റ് കഴിഞ്ഞ STD ബൂത്തിലേക്കാണ് പിന്നെ പോയത്. അതിനുശേഷം ഒരു ഫിലിം മാഗസിനിൽ ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫിലിം മാഗസിനിൽ തൃശ്ശൂർ ഭാഗത്തുള്ളൊരു ഫിലിം മാഗസിനിൽ എനിക്ക് ഫോട്ടോഗ്രാഫറായിട്ടൊരു സ്പേസ്. ക്യാമറ അവരുടേത്? അല്ല, എൻ്റെ കയ്യിൽ ക്യാമറ ഒന്നും അവർ തരില്ല. ഞാൻ ഫിലിം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. 2500 രൂപയായിരുന്നു എനിക്ക് ശമ്പളം. കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇവർ ഓഫീസിൽ റൈറ്റേഴ്സ് എഡിറ്റേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ന്യൂസും അവർക്ക് ഈവനിങ് ഡെയിലി മറ്റെന്തോണ്ട്. അപ്പോൾ അത് ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരുടെ അവരങ്ങ് എഴുന്നേറ്റ് പോകില്ല. 5 ഓഫീസ് ടൈം കഴിയുമ്പോൾ ആ മേശയ്ക്കടിയിലാണ് ഞാൻ കിടക്കുക. എനിക്കിവിടെ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് 2500 രൂപയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ അതിൻ്റെ അടിയിൽ കിടന്നിട്ടാണ് എനിക്കൊന്ന് 1.5 വർഷം അങ്ങനെയാണ് നിന്നത്. അവിടെ നിന്നിട്ടും കുറേ. അപ്പോൾ അവരൊരു ഫിലിം മാഗസിൻ തുടങ്ങുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്. അങ്ങനെ അവർ ഫിലിം മാഗസിൻ തുടങ്ങി. കാഴ്ച പറഞ്ഞ സിനിമയാണ് തോന്നുന്നത്. അതൊക്കെ ഞാൻ എനിക്ക് ലൊക്കേഷനിൽ എത്തണം. അതിൻ്റെ ഒരു ബ്രിഡ്ജ് മാത്രമാണ് ഈ കാട്ടിക്കൂട്ടണ പരാക്രമം. അപ്പോൾ എനിക്ക് ഈ 2500 രൂപയിൽ എനിക്ക് ഫുഡ് കഴിക്കാനും ഒന്നും പ്രോപ്പറായിട്ട് തികയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്ന ഒരാളോ അങ്ങനെയൊന്നുമല്ല. നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അന്ന് അതുമില്ല. പക്ഷെ അന്ന് അവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞിട്ട് എടുത്തു വെക്കാൻ പറയാം, എനിക്ക് രാത്രി കഴിക്കാനാണ് എന്ന് പറയുമ്പോൾ മോൻ എന്തിനും ഇത്ര കഷ്ടപ്പെടണേ. അതായത് എന്നെ കണ്ട ശരിക്കും ഒരു അങ്ങനത്തെ വീട്ടിലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലൊരാളായിട്ട് അവർക്ക് തോന്നിയില്ലായിരിക്കാം. അപ്പൊ ഈ സിനിമയോട് ഇത്ര ക്രൈസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത്. അപ്പൊ ആ ഭക്ഷണമാണ് കഴിച്ച് അവിടെ നിന്ന്. പിന്നെ ഞാൻ ഒരു ശ്രീകൃഷ്ണ കോളേജ് പറഞ്ഞ കോളേജിന് മുന്നിൽ എന്നെ താമസിപ്പിക്കാൻ അവിടേക്ക് ആക്കിയപ്പോഴും ഭയങ്കര നിലമൊക്കെ പൊളിഞ്ഞ് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിന്നത്. അതായത് കട്ടില് മര്യാദയ്ക്ക് കടലിൽ ഞാൻ ഗ്യാപ്പ് കൂടെ താഴെ പോയി വീഴും. നേരെ മുന്നിൽ കോളേജാണ്. അവിടെയാണ് ഇപ്പൊ ദിനേശ് പ്രഭാകറുണ്ട്, ആർട്ടിസ്റ്റ് ദിനേശ് ഉണ്ടല്ലോ, ആക്ടർ, അറിയില്ലേ ദിനേശ്? കുറേ സിനിമകളുണ്ട്. അപ്പോൾ ദിനേശ് അവിടെ എന്നെ പരിചയപ്പെടുന്ന ദിനേശ് ആ സമയത്താണ്. ദിനേശ് അതിൽ രസികൻ എന്ന് പറഞ്ഞൊരു പടം ദിനേശ് അഭിനയിച്ചിട്ടുണ്ട്, ലാൽ ജോസ് ഡയറക്ട് ചെയ്ത്, ദിലീപിന്റെ പടം. ആ സമയത്ത് ദിനേശ് എന്നെ പരിചയപ്പെടുന്നത്
അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഈ റൂമിൽ നിങ്ങളെ ഫോട്ടോസൊക്കെ ഞാൻ കാണാറുണ്ട്, നിങ്ങളുടെ പേര് എനിക്കറിയാം, പക്ഷേ നിങ്ങളെങ്ങനെ ഈ റൂമിൽ കഴിച്ചു കൂട്ടണം, ഭയങ്കര പെയിൻഫുൾ ഇത് കാണുമ്പോൾ എന്നെ ദിനേശ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവനെന്നെ മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു രീതിയിൽ എന്നെ അങ്ങ് ചേർത്ത് പിടിച്ചു. അവനൊന്നും ചെയ്യാൻ പറ്റില്ല, അവന് സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമയിൽ അവനൊരു വലിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞാൻ തിരിച്ചു കൊടുത്തല്ല, എനിക്കൊരു സ്പേസ് വരുമ്പോൾ അവരൊക്കെ വേണം എൻ്റെ കൂടെ. ആ ബന്ധമൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നു എന്നുള്ളതല്ല. എൻ്റെ ആദ്യ സിനിമയിൽ പോലും ഞാൻ ഉൾപ്പെടെ എല്ലാവരും പുതുമുഖങ്ങളാണ്, മീൻസ് ടെക്നീഷ്യൻസ് എല്ലാവരും. ഞാൻ അങ്ങനെ അവരൊക്കെ പ്ലേസ് ചെയ്ത, അതുകൊണ്ട് കുറേ അബദ്ധങ്ങളും മീൻസ് എനിക്ക് കുറേ നെഗറ്റീവ് പരിപാടികളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഹാപ്പിയാണ്. ഒറ്റയ്ക്കാണെങ്കിലും ഭയങ്കര ഇല്ല അവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാ. ഈ ലാൽ സാറിലേക്ക് എത്തുന്നത് കിളിച്ചുണ്ടൻ മാമ്പഴമാണെന്ന് പറഞ്ഞല്ലോ. അവിടേക്ക് എത്താനുള്ള ഒരു എങ്ങനെയാ, അവിടെ ലാൽ സാർ ഉണ്ടെന്ന് അറിയുന്നു, അവിടെ പോകുന്നു, അങ്ങനെയായിരുന്നു? അത് സിനിമാമംഗളം എന്ന് പറഞ്ഞ മാഗസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ആ ഭാഗത്തുള്ള ഫോട്ടോഗ്രാഫർ വേറൊരാളാണ്. ഞാൻ അതിക്രമിച്ച് കയറിയത് അങ്ങോട്ട്, ഈ ഒരു ഭ്രമം കാരണം കയറിയതാണ്. ഞാൻ ആ ഷൂട്ടിംഗ് കാണാൻ പൈങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആ ഭാഗത്തുള്ളതാണ്, ഒറ്റപ്പാലം സൈറ്റിൽ തോന്നുന്നു, പൈങ്കുളം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെയാണ് ഞാൻ പോകുന്നതും കാണുന്നതും. സാറിന് എന്നെ എല്ലാവരും മോനെന്ന് വിളിക്കണ പോലെ നമ്മൾ വിളിച്ചിരിക്കാം അന്ന്. പക്ഷെ എനിക്ക് ഉണ്ടായൊരു, ഞാൻ സാറുള്ള എല്ലാ ലൊക്കേഷനിലും പോകുക എന്നുള്ളതാണ്. പിന്നെ മോഹൻലാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു മാഗസിൻ തുടങ്ങി. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത മാഗസിനിൽ നിന്ന് കുറച്ച് പേര് മാറിയിട്ട് അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഗ്രൂപ്പായി, ഇനി മോഹൻലാൽ സിനിമകൾക്ക് മാത്രമാണ് ഞാൻ പോകേണ്ടത്. അവിടെ എനിക്ക് സാലറിയോ പട്ടിണിയോ വിഷയമേ അല്ല. ഞാൻ അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് സാറിൻ്റെ കൂടുതൽ ഷൂട്ട് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയത്. അപ്പം സാറ് എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരാളാണ്. അന്ന് ഒരു പരദേശി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഞാൻ ബാഗൊക്കെ നോക്കി സൈഡിൽ നിൽക്കുമ്പോൾ എവിടേക്കാണ് ചോദിച്ചു. അപ്പം ഞാൻ ബാഗിലേക്ക് നോക്കുക. അപ്പം ഞാൻ നിങ്ങളോടാ ഫോട്ടോഗ്രാഫറോടാ ചോദിച്ചത്. സാർ ഞാൻ എറണാകുളത്തേക്ക്, എന്നാൽ എൻ്റെ കൂടെ വരും, ഞാൻ എറണാകുളത്തേക്കല്ലേ. അപ്പം ഞാൻ, അല്ല സാറ് എൻ്റെ കോലം ഞാൻ നോക്കും, സാറിൻ്റെ ബെൻസ് കാറാണ് അന്ന്, എന്താ എൻ്റെ കൂടെ വരില്ലേ? അല്ല എന്നാ വരുമോ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ ഞെട്ടിപ്പോയൊരു പോയിന്റാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലേക്ക് വിളിക്കുക, എന്നെ പിടിച്ച് ഫ്രണ്ടിലിരുത്തി ഞാൻ അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒരിക്കൽ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കും. എനിക്ക് ബാക്കിലേക്ക് നോക്കിയാൽ ഈ ലോകം തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു നടനെ കാണാം, ജസ്റ്റ് എൻ്റെ കഴുത്തും തിരിച്ചാൽ മതി. ആ ഒരു അഹങ്കാരത്തിലിരുന്ന് പക്ഷെ ഇത് എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം, ആരെങ്കിലും വിളിച്ചിട്ട് എനിക്കൊന്ന് പറയണം ഞാൻ മോഹൻലാലിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്. ഞാൻ എങ്ങനെ അന്ന് ഈ സെൽഫി പരിപാടി അതൊന്നും ഇല്ലല്ലോ. ഞാനൊരു സുഹൃത്തിനെ വിളിച്ചിട്ടാണ്, അവനത് വിശ്വസിച്ചില്ല. പിന്നെ സാറ് ഇടവേള ബാബു ചേട്ടന് ഫോൺ ചെയ്യുന്നുണ്ട്, അമ്മ മീറ്റിങ്ങിന്. സാറന്ന് നോർമൽ ഒരു ആർട്ടിസ്റ്റാണ്, മറ്റേ പ്രസിഡന്റ് സ്ഥാനം അങ്ങനെയൊന്നുമല്ല. പക്ഷെ സാർ ആ മീറ്റിങ്ങിന് വരിക, അത്യാവശ്യമുള്ളൊരു മീറ്റിങ്ങിന് വരുന്ന സമയത്ത് സാറ് വിളിച്ച് സംസാരിക്കുന്ന ശബ്ദം ഞാൻ മറ്റൊരാളെ കേൾപ്പിച്ചു കൊടുത്തിട്ടാണ് എനിക്കൊരു ധൈര്യം വന്നത്. പക്ഷേ സാറ് ആ ബാഗ് ഇങ്ങ് തന്നോളൂ, ഞാൻ ബാക്കിൽ വെക്കാം, എന്തിനാ കയ്യിൽ മുറുകെ പിടിച്ചോണ്ടിരിക്കണേന്ന് ചോദിച്ചു. ഞാനിത് എവിടെയും വെക്കുന്നില്ല, എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ ബാഗ് ഞാനിങ്ങനെ കൊടുത്തപ്പോൾ എൻ്റെ കൈയും സാറിൻ്റെ കൈയും കൂടെ തൊട്ടൊരു ടൈമുണ്ട്. ഞാൻ വേറെ എവിടെയായി ബെൻസ് പറക്കാണോ, ഞാൻ സാറിന് സാറ് വളരെ നോർമലായിട്ട് എന്നെ കംഫർട്ടബിൾ ആക്കാൻ സാറ് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ഞാൻ ഈ ഒലക്ക വിഴിഞ്ഞ പോലെ ഇരിക്കുക എന്നല്ലാതെ ഒന്നും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ സാറിനെ നോക്കാൻ പേടി. അപ്പൊ ഈ ഡ്രൈവർ എന്നെ ഇടയ്ക്കുന്നു, നീ ഓക്കെ അല്ലേ? കാരണം ഞാൻ ഇരുന്നിരിപ്പിൽ തട്ടിപ്പോകുന്നവരായൊക്കെ പേടിയുണ്ട്. ഓക്കെ ആണെന്ന് പറഞ്ഞു. അനീഷിന് വെള്ളം എന്തെങ്കിലും വേണം, എന്നോട് പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് വെള്ളം എന്തെങ്കിലും വേണോ ചോദിക്കണോ, ഇല്ല ഇല്ല ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നൊന്ന് നോക്കൂ. മറ്റേ 50 ഫ്രെയിംസിലൊക്കെ ഞാൻ നോക്കണത് നോക്കി മതി, ഇനി ആ ഒരു എനർജി കൊണ്ട് എനിക്ക് കൊച്ചി വരെ പോകാൻ പറ്റും. ഞാൻ നോക്കി കണ്ടു ഒറിജിനൽ തന്നെയാണ് ഉറപ്പുവരുത്തി. അങ്ങനെ ഞാൻ സാറെ അങ്ങനെ എനിക്കൊരു പിന്നെ ഗസൽ, രമേശ് നാരായണൻ്റെ ഒരു ഗസൽ, എനിക്ക് ഗസൽ ഇഷ്ടമാണോ ചോദിച്ചു. ആ ഇഷ്ടമാണ്, നിങ്ങൾ എന്നെ നോക്കി പറയൂ സാറേ ഇഷ്ടമാണത്. ഞാൻ പാട്ടെടുത്തേ അങ്ങനെ ഗസൽ സോങ് ഇട്ട് അതെനിക്ക് കേൾപ്പിച്ചത് രമേശ് നാരായണൻ്റെ ആണ്. നല്ലതല്ലേ? ആ നല്ല സാർ. എനിക്ക് പാട്ട് പാടാനൊക്കെ അറിയോ എന്ന് ചോദിച്ചാൽ, സാർ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പാടാൻ അറിയല്ലോ, ഞാൻ പാടുന്നില്ലേ, പിന്നെന്താ പാടിയ. അപ്പം സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പാടാൻ പറയുമ്പോൾ ഞാൻ ഏതൊരു പാട്ട് 2 വരി പാടുന്നു. സാർ അവിടുന്ന് ഈ ബെൻസ് ഭയങ്കര നീളമുള്ള വണ്ടിയാണ്, അവിടുന്ന് കൈയെത്തിച്ച് എനിക്ക് ഷൈക്കുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടല്ലോ, ഇനി ഞാൻ ഒരു പാട്ട് പാടട്ടെ? പാടിക്കോ.
സാറ് റസൂൽ നിൻകനിവാല എന്ന് പറഞ്ഞ പാട്ട് പാടി. അത് കഴിഞ്ഞ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ വടക്കാഞ്ചേരി ആ ഭാഗത്ത് എവിടെയാ തോന്നുന്നു സാറിന് പരിപ്പുവട ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. അത് നമുക്കത് മേടിക്കാം എന്ന് വെച്ച്. അപ്പം ഞാനത് എന്നോടാണോ അതോ പുള്ളിനോടാണോ അനീഷ് ഒന്ന് ഇറങ്ങി മേടിക്കും അത്. അപ്പം എന്താ അപ്പം എടാ വട മേടിക്കേണ്ട കാര്യം പറഞ്ഞു. ആ സാറേ മേടിച്ചു. ഞാനത് അപ്പം അവിടെ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്ലേസ് ആണത്. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാനത് ക്യൂ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിൽ പറയണ്ട, ഞാൻ മോഹൻലാലിൻ്റെ പരിപ്പുവട വാങ്ങാൻ വന്നാണ് വഴി മാറി. എൻ്റെ ഉള്ളിൽ ആ സാധനമൊക്കെ ഉണ്ട്. ഞാൻ പരിപ്പുവട വാങ്ങുന്നതാണ് മോഹൻലാലില്. ഞാനത് മേടിച്ചു. പെടപ്പെടാന്ന് പൊതിഞ്ഞ് അതിൻ്റെ വേറെ ടേസ്റ്റ് ആണല്ലോ. ഞാനത് കൊണ്ടുവന്നു. സാർ അതിരുന്ന് കഴിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് ഭയങ്കര ആസ്വദിച്ചാണ് അതിങ്ങനെ കഴിച്ച് സാർ കൊച്ചി വരെ തന്നെ. അപ്പം പാലാരിവട്ടം, എനിക്ക് ആലിച്ചൂടായിരുന്നു എൻ്റെ സ്ഥലം. അപ്പം പാലാരിവട്ടം നിന്ന് കുറച്ചും കൂടെ ദൂരം പോകാണ്ട്. അപ്പം ഞാൻ പാലാരിവട്ടം എന്നാണല്ലോ നമ്മൾ പറയുക. കൊച്ചിയിൽ എവിടെയാണ് സാറേ? പാലാരിവട്ടത്തെത്തി. ഇനി ഇവിടുന്ന് നിങ്ങൾ എവിടെ നിങ്ങൾ റൂം എവിടെയാണ്? അപ്പം സാറേ ആലിച്ചൂടാ. അതെവിടെയാണ്? അപ്പം ഡ്രൈവർ പറഞ്ഞു സാർ കുറച്ച് എന്നാൽ പിന്നെ അവിടെ പോവാം, അവിടെ വിടാം ഞാൻ. സാർ അത് വേണ്ട. ഇല്ലല്ല, നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ്സിന് പോകണ്ടേ, നമുക്ക് അവിടെ വിടാം. ഞാൻ താമസിക്കുന്ന ഒരു ലോക്കൽ റൂമിൻ്റെ താഴെ കൊണ്ടുവന്ന് നിർത്തി എന്നെ ഇറക്കി ടാറ്റയിൽ തന്ന പോയ ആളാണ് മോഹൻലാൽ. അതാ ഞാൻ പറഞ്ഞത്, നടൻ എന്നത് നമുക്ക് മാറ്റിവെച്ചാൽ ആ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് സാറിന് എന്നെക്കാൾ അടുത്തറിയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ്. ഈ പറയുന്ന നാട്ടിൽ നിന്ന് ഇവിടെ ചേക്കേറി വന്ന്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര വലിയ കാര്യമാണ്. കേൾക്കുന്നവർക്ക് ഇത് എത്രത്തോളം വലുതാന്ന് എനിക്കറിയില്ല. മോഹൻലാലിനെ തീവ്രമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് വലുതാണ്.